ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. നമ്മൾ കേരള വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റ്, അതുപോലെ കേരഫെഡ് LD ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സാം ഫോക്കസ് എന്ന സീരീസിലെ ക്ലാസ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ടൊരു കണ്ടിന്യൂവേഷൻ ക്ലാസ്സാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ടെക്സ്റ്റ് ബോക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ടുള്ള പുൾക്കോട്ടിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ സൈഡ് ബാറിനെ കുറിച്ച് പഠിച്ചു. ഇനി ടെക്സ്റ്റ് ബോക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ടെക്സ്റ്റ് ബോക്സിൻ്റെ സ്വന്തം ഫോർമാറ്റ് ടാബിനെ കുറിച്ചാണ്. അപ്പോൾ അവിടുത്തെ കണ്ടൻറ്റും അതിൻ്റെ ഡീറ്റെയിലുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ടെക്സ്റ്റ് ബോക്സിനെ കുറിച്ചാണ്. ആക്ച്വലി ടെക്സ്റ്റ് ബോക്സിൻ്റെ കോണ്ടെക്സ്ച്വൽ ടാബിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ടെക്സ്റ്റ് ബോക്സ്? നമ്മൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇത് തന്നെയാണ് പറയുന്നത് അല്ലേ. എന്താണ് ടെക്സ്റ്റ് ബോക്സ്? ഈ സ്ലൈഡ് നിങ്ങൾ കണ്ട് പരിചയമായിട്ടുണ്ടാവും അല്ലേ. ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞത് ഇത് 3-ാമത്തെ ദിവസമാണ്, ഇന്നത്തെയും കൂടെ ചേർത്ത്. സോ ടെക്സ്റ്റ് ബോക്സ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം. എന്താണ്? നമ്മളുടെ ഡോക്യുമെൻറ്റിൽ പ്രീ ഫോർമാറ്റഡ് ആയിട്ടുള്ള ബോക്സസ്, റെക്റ്റാങ്കുലർ ബോക്സസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനകത്ത് ടെക്സ്റ്റുകളെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു ഫീച്ചറാണ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻസേർട്ട് പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് ബോക്സസ് ആണ്. അതിനകത്ത് അതിൻ്റെ കളറ്, അതിൻ്റെ ഫോണ്ട് സൈസ്, ബാക്ക്ഗ്രൗണ്ട് കളർ, എഫക്റ്റ്, അതൊക്കെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പ്രീ ഡിഫൈൻഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ടെക്സ്റ്റ് ബോക്സസ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇൻസേർട്ട് ടാബിനകത്തെ ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്തെ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഐക്കൺ, അല്ലെങ്കിൽ ബട്ടൺ എന്നാണ് നമ്മൾ ശരിക്കും പറയേണ്ടത് കേട്ടോ. ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ബട്ടൺ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നത് ഈ ടെക്സ്റ്റ് ബോക്സുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കോണ്ടെക്സ്ച്വൽ ടാബ് ഉണ്ട്. കോണ്ടെക്സ്ച്വൽ ടാബ് എന്ന് പറയുമ്പോൾ എന്താണ് കോണ്ടെക്സ്ച്വൽ ടാബ് എന്നുള്ളത് ആദ്യമേ അറിഞ്ഞിരിക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതുമായി കണക്ട് ചെയ്യുന്ന, അതുമായി റിലേറ്റഡ് ആയ അഡീഷണൽ ഓപ്ഷൻസ് കാണിക്കുന്ന ടെമ്പററി ടാബുകൾ വിസിബിൾ ആവാറുണ്ട്. അങ്ങനെയുള്ള ടാബുകളെയാണ് എന്തെന്ന് പറയുന്നത്? കോണ്ടെക്സ്ച്വൽ ടാബ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞേ? നമ്മൾ ഏതെങ്കിലും ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ബട്ടനുമായി റിലേറ്റ് ചെയ്യുന്ന അഡീഷണൽ ഓപ്ഷൻസ് ഉൾക്കൊള്ളിക്കുന്ന ഒരു ടാബ് നമ്മളുടെ കമാൻഡ് ടാബിൻ്റെ ഏറ്റവും അവസാനത്തെ കമാൻഡ് ടാബ് എന്ന് പറയുന്നത് ഏതാ? നമ്മളുടെ വ്യൂ ടാബാണ്. വ്യൂ ടാബിൻ്റെ അപ്പുറത്ത് ഒരു ടെമ്പററി ടാബ് ഡിസ്പ്ലേ ചെയ്യിക്കാറുണ്ട്. അങ്ങനെയുള്ള ടാബിനെയാണ് നമ്മൾ കോണ്ടെക്സ്ച്വൽ ടാബ് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ ഈ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷന് എന്തുണ്ട്? കോണ്ടെക്സ്ച്വൽ ടാബ് ഉണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ബട്ടൺ എന്തുണ്ട്? കോണ്ടെക്സ്ച്വൽ ടാബ് ഉണ്ട്. എത്ര എണ്ണാണുള്ളത്? ഒരെണ്ണാണുള്ളത്. അതിൻ്റെ പേരാണ് ഫോർമാറ്റ് ടാബ്. ഏതിൻ്റെ അണ്ടറിലാണ്? ടെക്സ്റ്റ് ബോക്സ് ടൂൾസിൻ്റെ അണ്ടറിലുള്ളത്. ഈ ഫോർമാറ്റ് തന്നെ പിക്ചർ ടൂൾസിനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഓർത്തിരിക്കുക, ഫോർമാറ്റ് ടാബ് അണ്ടർ ടെക്സ്റ്റ് ബോക്സ് ടൂൾസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? അത് ടെക്സ്റ്റ് ബോക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോണ്ടെക്സ്ച്വൽ ടാബ് ആയിട്ടുള്ള ഫോർമാറ്റാണ്. ഈ ഫോർമാറ്റ് തന്നെ പിക്ചറിന് വരും, നമ്മൾ അവിടെ ഇത് പഠിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ആരുടെ കാര്യമാണ് പറയണേ? ടെക്സ്റ്റ് ബോക്സിൻ്റെ ഫോർമാറ്റ് ടാബിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇവിടെ അത് മാത്രം ആലോചിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയുന്നത് പിക്ചറിൻ്റെ ഫോർമാറ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ വ്യത്യാസമുണ്ട്. അവിടെയാണ് നമ്മളുടെ ക്രോപ്പ് വരിക. പിക്ചറിൻ്റെ ഫോർമാറ്റ് ടാബിലാണ് ക്രോപ്പ് ഓപ്ഷൻ ഉള്ളത്. ഇവിടെ ക്രോപ്പ് നമുക്ക് കാണില്ല, നിങ്ങൾക്ക് ഇനി കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ ടെക്സ്റ്റ് ബോക്സ് അതിൻ്റെ ടൂൾസിൻ്റെ അണ്ടറിൽ വരുന്ന ഫോർമാറ്റ് ടാബിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കോണ്ടെക്സ്ച്വൽ ടാബ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞേ? ഏതെങ്കിലും ഒരു ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ബട്ടനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അഡീഷണൽ കണ്ടൻറ്റുകൾ എന്ത് ചെയ്യും? നമ്മളുടെ കമാൻഡ് ടാബിൻ്റെ ഏറ്റവും അവസാനത്തെ കമാൻഡ് ടാബായിട്ടുള്ള വ്യൂ ടാബിൻ്റെയും അപ്പുറത്ത് എന്ത് ചെയ്യും? ടെമ്പററി ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോണ്ടെക്സ്ച്വൽ ടാബ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബോക്സിന് ഒരു കോണ്ടെക്സ്ച്വൽ ടാബ് ഉണ്ട്. ഫോർമാറ്റ് എന്നാണ് അത് പറയുന്നത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമാറ്റ് ടാബ് അണ്ടർ ടെക്സ്റ്റ് ബോക്സ് ടൂൾസ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ സ്വന്തം ഫോർമാറ്റ് ടാബിനെ കുറിച്ചാണ് നമ്മൾ നോക്കണേ.
അപ്പോൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. സോ ഈ ഫോർമാറ്റ് ടാബിന് ഇനി ടെക്സ്റ്റ് ബോക്സിൻ്റെന്ന് ഞാൻ കൂടെ പറയില്ല, നമ്മൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ കാര്യമാണ് പറയണത്, അപ്പോൾ ബാക്കിയേ പറയത്തുള്ളൂ. ഓക്കെ, സോ ഫോർമാറ്റ് ടാബിന് എത്ര ഗ്രൂപ്പ് ഉണ്ട്? 6 ഗ്രൂപ്പാണുള്ളത്. ഏതൊക്കെയാണ്? ടെക്സ്റ്റ്, ടെക്സ്റ്റ് ബോക്സ് സ്റ്റൈൽസ്, ഷാഡോ എഫക്റ്റ്, 3D എഫക്റ്റ്, അറേഞ്ച്, സൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 6 ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഫോർമാറ്റ് ടാബിന് 6 ഗ്രൂപ്പ് ഉണ്ട്. ടെക്സ്റ്റ്, ടെക്സ്റ്റ് ബോക്സ് സ്റ്റൈൽസ്, ഷാഡോ എഫക്റ്റ്, 3D എഫക്റ്റ്, അറേഞ്ച്, അതുപോലെ എന്താണ്? സൈസ്. ക്ലിയർ? ഇനി നമ്മൾ ഓരോ ഗ്രൂപ്പിനെ അങ്ങ് പഠിക്കാൻ പോവുക. നമ്മളുടെ പെയ്ഡ് ക്ലാസ്സിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പഠിക്കുക. ഓരോ ഗ്രൂപ്പിൻ്റെ അരിച്ചു പെറുക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കുകയാണ്. പെയ്ഡ് ക്ലാസ്സിലുള്ളവർ ഇവിടെ തന്നെയാണ് പഠിക്കുക കേട്ടോ. ഇനി അവർക്ക് പ്രത്യേകം ഞാൻ അതിന് ക്ലാസ് എടുക്കണ്ടല്ലോ. സോ ഫോർമാറ്റ് ടാബ് അണ്ടർ ടെക്സ്റ്റ് ബോക്സ് ടൂൾസ്. നോക്കിയേ, ഫോർമാറ്റ് ടാബ് അണ്ടർ ടെക്സ്റ്റ് ബോക്സ് ടൂൾസിനകത്ത് ആദ്യത്തെ ഗ്രൂപ്പാണ് ടെക്സ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്ത് എത്ര ബട്ടൺ ഉണ്ടെന്ന് നോക്കിക്കോളൂ. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണമാണ്. ഏതൊക്കെയാ? ഡ്രോ ടെക്സ്റ്റ് ബോക്സ്, ടെക്സ്റ്റ് ഡയറക്ഷൻ, ക്രിയേറ്റ് ലിങ്ക്, ബ്രേക്ക് ലിങ്ക്. ഇങ്ങനെ 4 ബട്ടനാണ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഉള്ളത്. ഓക്കെ, ഇനി ഓരോന്നിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഡ്രോ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് പിന്നെയും ടെക്സ്റ്റ് ബോക്സുകൾ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സ് ആണ് കേട്ടോ. അങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഫോർമാറ്റ് ടാബിലെ ടെക്സ്റ്റ് ഗ്രൂപ്പിലെ ഡ്രോ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി രണ്ടാമത് പറയുന്നതാണ് ടെക്സ്റ്റ് ഡയറക്ഷൻ. നമുക്ക് ടെക്സ്റ്റ് ഡയറക്ഷൻ ഏതാ വേണ്ടത് എന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണിത് മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡയറക്ഷനിലേക്ക് ടോഗിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐക്കണിൽ എന്ത് ചെയ്താൽ മതി? ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് എഴുതുന്ന ടെക്സ്റ്റ് ഡയറക്ഷനാണ് ഉള്ളത്. നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാവും? ടോപ്പിൽ നിന്നും താഴേക്ക് എഴുതുന്ന ഡയറക്ഷൻ ആവും. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്? താഴെ നിന്നും മുകളിലേക്ക് എഴുതുന്ന എന്താവും? ഡയറക്ഷൻ ആവും. അപ്പം അങ്ങനെ 3 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എങ്ങനെയാണ് ഇങ്ങനത്തെ ഓപ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുക? ഈ ഐക്കണിൽ എന്ത് ചെയ്താൽ മതി? ക്ലിക്ക് ചെയ്താൽ മതി. ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കുന്നു? അടുത്തടുത്ത ഡയറക്ഷൻ കിട്ടും. നമുക്ക് 3 ഡയറക്ഷനാണ് ഉള്ളത്. ഒന്ന് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്, ഒന്നെന്താ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക്, വേറെന്താ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക്. അപ്പം ഇതാണ് 3 ഓപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്തത് നോക്കുക, ക്രിയേറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു കണ്ടന്റ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ജഗ് ഓർമ്മയുണ്ടോ എന്ന് നമ്മുടെ പിള്ളേരുടെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താ ജഗ് എന്നുള്ളത് നമ്മൾ ഇന്നിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോവാണ്. കൃത്യമായിട്ട് ഇതിൻ്റെ നോട്ട് എഴുതി വെച്ചേക്കുക. PYQ സെക്ഷനാണ്. വന്നിട്ടുണ്ടെങ്കിൽ അത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് തന്നെയായിട്ടാണ് പഴയ എക്സാമുകളിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുകൾ കിട്ടുക. ആ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് നമ്മൾ റെഫർ ചെയ്ത് പോകുമ്പോഴാണ് അതിൻ്റെ പുറകിലുള്ള A to Z കാര്യങ്ങൾ തപ്പിയെടുക്കാനായിട്ട് പറ്റുക. അങ്ങനെയാണ് നമ്മളൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. നമ്മളുടെ എഡ്യൂവാലി സിസ്റ്റത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യും. അവിടുന്ന് ഏതെങ്കിലും നമ്മളുടെ പരിചയമില്ലാത്ത ടോപ്പിക്കുകൾ അന്നത്തെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ A to Z കാര്യങ്ങൾ എപ്പോഴും തപ്പിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ടീമിൻ്റെ മൊത്തം പരിപാടി എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ എല്ലാ ക്ലാസ്സസും അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ബാക്ക് ടു നമ്മളുടെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ക്രിയേറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിങ്ക് എന്ന് കേൾക്കുമ്പോൾ കുറേ പേർക്കെങ്കിലും ഇത് ഹൈപ്പർ ലിങ്ക് ആണോ എന്ന് സംശയം വരും. പക്ഷേ ഇത് ഹൈപ്പർ ലിങ്ക് അല്ല, ഇത് ടെക്സ്റ്റ് ബോക്സിൻ്റെ ലിങ്കാണ്. അതായത് നമുക്ക് ടെക്സ്റ്റ് ബോക്സുകളെ തമ്മിൽ എന്ത് ചെയ്യാം? ലിങ്ക് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ടെക്സ്റ്റ് ബോക്സിനെ ലിങ്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ നമ്മൾ 2-3 ടെക്സ്റ്റ് ബോക്സ് നമ്മളുടെ ഡോക്യുമെൻറ്റിൽ എടുത്തു വെച്ചു എന്ന് കരുതുക. എൻ്റെ ഡോക്യുമെൻറ്റിൽ ഒരു 3 ടെക്സ്റ്റ് ബോക്സ് ഞാൻ ഒരു പേജിൻ്റെ ഇങ്ങായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്.
എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ ഞാൻ എൻ്റെ കണ്ടന്റുകൾ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഒന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഒരു ലിമിറ്റേഷൻ വരുമല്ലോ, അതായത് എത്ര ലെങ്ത് ആണ് അതിന് കൊടുത്തേക്കുന്നതിനനുസരിച്ചാണല്ലോ അതിനകത്ത് എത്ര ലൈൻസ് നമുക്ക് എഴുതാൻ പറ്റും എന്ന് ഡിക്ലെയർ ആവുന്നത്. അപ്പോൾ അത്രയും ഫില്ലായി കഴിഞ്ഞാൽ, ഒന്നാമത്തെ ടെക്സ്റ്റ് ബോക്സ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടെയായിരിക്കും ടൈപ്പ് ചെയ്യുക? നമ്മളുടെ മെയിൻ ബോഡി ഓഫ് ടെക്സ്റ്റിനകത്തായിരിക്കും അല്ലേ, നമ്മളുടെ മെയിൻ ബോഡിക്കകത്തായിരിക്കും, പേജിനകത്തായിരിക്കും ടൈപ്പ് ചെയ്യുക. മനസ്സിലായോ? സാധാരണഗതിയിൽ ടെക്സ്റ്റ് ബോക്സിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായി കഴിഞ്ഞാൽ കഴ്സർ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ടേക്ക് റിട്ടേൺ ആവും? മെയിൻ പേജിലേക്ക് റിട്ടേൺ ആവും. ബാക്കി കണ്ടന്റുകൾ മെയിൻ പേജുകളിലാണ് എഴുതുക. ഇതാണ് സാധാരണഗതിയിൽ നടക്കുന്ന സംഭവം. പക്ഷേ നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള, അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ബാക്കി ടെക്സ്റ്റ് ബോക്സുകൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സിൽ എഴുതി കംപ്ലീറ്റ് ആയപ്പോൾ മൗസ് ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് വന്നു, കഴ്സർ എങ്ങോട്ട് വന്നു? മെയിൻ പേജിലായി ഇപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് ആക്ച്വലി അടുത്ത ടെക്സ്റ്റ് ബോക്സിലേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഈ കണ്ടന്റിനെ ഡിലീറ്റ് ചെയ്തിട്ട് അത് എവിടെ കൊണ്ട് എഴുതണം? ബാക്കിയുള്ള ടെക്സ്റ്റ് ബോക്സ് ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ മാനുവലി ചെയ്തുകൊണ്ടിരിക്കണം. ടൈം കൺസ്യൂമിങ് ആണ്, വർക്ക് ലേബർ കൂടുതലാണ്. മനസ്സിലായോ? ഒരു ടെക്സ്റ്റ് ബോക്സ് ഫില്ല് ചെയ്യുമ്പോൾ ആ കഴ്സർ എടുത്ത് അടുത്ത ടെക്സ്റ്റ് ബോക്സിൽ കൊണ്ടുവെക്കണം, അത് എഴുതി ഫില്ല് ചെയ്യുമ്പം അടുത്ത ടെക്സ്റ്റ് ബോക്സിൽ കൊണ്ടുവെക്കണം എന്നൊക്കെ പറയുന്നത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. അതായത് 100 പേജൊക്കെ എഴുതുമ്പം നല്ലപോലെ വിഷമിക്കും. അതിനുള്ള ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ക്രിയേറ്റ് ലിങ്ക് എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു ഓപ്ഷൻ. എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഡോക്യുമെൻറ്റിൽ എടുത്തു വെച്ചിട്ടുള്ള ഒന്നിലധികമോ രണ്ടിലധികമോ ടെക്സ്റ്റ് ബോക്സുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റർ കണക്ട് ചെയ്യാം, ലിങ്ക് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതുന്ന ടെക്സ്റ്റ് ബോക്സ് കംപ്ലീറ്റ് ഫില്ലായി കഴിഞ്ഞാൽ കഴ്സർ മെയിൻ പേജിലോട്ട് വരാതെ എങ്ങോട്ട് പോവും? തൊട്ടടുത്തതായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബോക്സിലേക്ക് ജമ്പ് ചെയ്യും. അത് കഴിഞ്ഞാൽ എന്താവും? അടുത്ത ടെക്സ്റ്റ് ബോക്സിലേക്ക് ജമ്പ് ചെയ്യും. അപ്പം നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ ലിങ്കിങ് എവിടെയാണോ അവസാനിപ്പിച്ചിട്ടുള്ളത് ആ ടെക്സ്റ്റ് ബോക്സും കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ കഴ്സർ എങ്ങോട്ട് വരത്തുള്ളൂ? മെയിൻ പേജിലേക്ക് വരത്തുള്ളൂ. സോ ഈ ടെക്സ്റ്റ് ബോക്സിൽ എഴുതുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ അങ്ങ് എഴുതി തീർക്കാം. രണ്ടിലധികമോ ടെക്സ്റ്റ് ബോക്സുകളെ പരസ്പരം ഇന്റർ കണക്ട് ചെയ്യുന്ന ബട്ടനാണ് ക്രിയേറ്റ് ലിങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ? ഇങ്ങനെ ഈ ബട്ടൻ്റെ ആക്ടിവേഷൻ നടത്തുന്ന സമയത്ത് നമ്മുടെ മൗസ് പോയിന്റർ എന്താവുമെന്നറിയോ? ഒരു ജഗ്ഗിൻ്റെ അല്ലെങ്കിൽ മഗ് വാട്ടെവർ, നിങ്ങൾ ആ ഒരു കാര്യം പഠിക്കുക. ഇതുപോലെ ഒരു സിമ്പിളായിട്ട് മാറും. ഇതുപോലെ ഒരു സിമ്പിളായിട്ട് മാറും. ക്ലിയർ? ക്രിയേറ്റ് ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ, അതാണ് നമ്മളുടെ സോഴ്സ്, അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കഴ്സർ എന്തായിട്ട് മാറും? മൗസ് പോയിന്റ് എന്തായിട്ട് മാറും? ജഗ് അല്ലെങ്കിൽ മഗ്ഗിൻ്റെ സിമ്പിൾ പോലെ ആയിരിക്കും കാണിക്കുക അടുത്ത ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നവരെ. അടുത്ത ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ പിന്നെയും ജഗ്ഗാണ്. ആക്ച്വലി നമ്മൾ ഈ ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്നത് വരെ കഴ്സർ എന്തായിരിക്കും? ജഗ് സിമ്പിളിലായിരിക്കും. ക്ലിയർ? ഇനി അടുത്തതാണ് ബ്രേക്ക്. ഇത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ബോക്സസ് എല്ലാം എംറ്റി ആയിരിക്കണം കേട്ടോ. എംറ്റി ബോക്സസിൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. എന്തെങ്കിലും അതിനകത്ത് കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തതിന് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് ക്രിയേറ്റ് ലിങ്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബ്രേക്ക് ലിങ്ക്. അതായത് ഇങ്ങനെ ടെക്സ്റ്റ് ബോക്സുകൾ പരസ്പരം ഇന്റർ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കണക്ഷനെ നമുക്ക് ബ്രേക്ക് ചെയ്യിക്കാം. ബ്രേക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സിൽ ആണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഈ ലിങ്കിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബോക്സ് ഏതാണോ അതിനകത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. 2 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു. ക്രിയേറ്റ് ലിങ്ക് ചെയ്യുമ്പോഴത്തെ കണ്ടീഷനും പഠിച്ചു, അതുപോലെ തന്നെ ബ്രേക്ക് ലിങ്ക് ചെയ്യുന്ന സമയത്തെ കണ്ടീഷനും പഠിച്ചു. ഓക്കെ, ക്രിയേറ്റ് ലിങ്കിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? ടാർഗറ്റഡ് ടെക്സ്റ്റ് ബോക്സസ് ഷുഡ് ബി എംറ്റി. ടാർഗറ്റഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ബോക്സുകൾ എന്തായിരിക്കണം? എംറ്റി ആയിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ. ബ്രേക്ക് ചെയ്യുമ്പോഴത്തെ കണ്ടീഷൻ എന്തായിരുന്നു? നമ്മൾ ഏത് ടെക്സ്റ്റ് ബോക്സിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ബ്രേക്ക് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്, ബ്രേക്ക് ലിങ്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഏതാണ്? നമ്മളുടെ
സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബോക്സ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആദ്യം തുടങ്ങിയിട്ടുള്ള ആ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ബ്രേക്ക് ലിങ്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതാണ്. ക്ലിയർ? സോ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഫോർമാറ്റ് ടാബിൻ്റെ ആദ്യത്തെ ഗ്രൂപ്പായിട്ടുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് 4 ബട്ടൺസ് ആണുള്ളത്. ആ 4 ബട്ടൺസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. സോ നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഈ ലിങ്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് നമുക്കൊന്ന് പഠിക്കാം. ഇൻ കേസ് പ്രോസസ് ഓർഡറിനെ കുറിച്ചോ അല്ലെങ്കിൽ ജംബിൾഡ് ഓർഡർ തന്നിട്ട് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാലോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ബോക്സുകൾ ആദ്യമേ നമ്മുടെ പേജിൽ എന്ത് ചെയ്ത് വെക്കുക, ഇൻസേർട്ട് ചെയ്ത് വെക്കുക. മിനിമം 2 എണ്ണെങ്കിലും വേണം കേട്ടോ. നമ്മൾക്ക് ഒന്ന് സോഴ്സും ഒന്ന് ഡെസ്റ്റിനേഷനും ആയാലല്ലേ ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. 2 എണ്ണത്തിനെയാണ് മിനിമം ലിങ്ക് ചെയ്യാൻ പറ്റുക. മാക്സിമം എത്ര വേണമെങ്കിലും പോവാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തേക്കുക, നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ബോക്സുകൾ നമ്മുടെ പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടാവും നമ്മൾ സൈഡ് ബാറും ഫുൾ കോട്ടൊക്കെ പഠിച്ച സമയത്ത് അവിടെ ടൈപ്പ് ഡോക്യുമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കുറേ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ക്ലിയർ ചെയ്യണം. അപ്പം നമ്മളുടെ അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള ടെക്സ്റ്റ് ബോക്സിനെ നമ്മൾ എന്ത് ചെയ്യണം, എംപ്റ്റി ആക്കുക. എംപ്റ്റി ആക്കിയതിന് ശേഷം എന്താ, നമുക്ക് ഏതാണോ നമ്മളുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സ് ആയിട്ട് നമ്മൾ എഴുതി തുടങ്ങുന്നത് ഏത് ടെക്സ്റ്റ് ബോക്സിൽ നിന്നാണ് എന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യുക. ആ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ലിങ്ക് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ? നമ്മൾ എവിടെ നിന്നാണോ എഴുതി തുടങ്ങുന്നത് ആ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ലിങ്ക് എന്ന് പറയുന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്താണ് നമ്മളുടെ മൗസ് ബട്ടൺ എന്താവുന്നത്, മൗസ് പോയിന്റർ എന്താവുന്നത്, ജഗ് അല്ലെങ്കിൽ മഗ്ഗിൻ്റെ സിമ്പൽ ആകുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ ഇനി തൊട്ട് നമ്മളുടെ മഗ്ഗിൻ്റെ സിമ്പലിലായിരിക്കും നമ്മളുടെ എന്ത് കാണുക, മൗസ് പോയിന്ററിനെ കാണാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, നമ്മൾ ഡെസ്റ്റിനേഷൻ ടെക്സ്റ്റ് ബോക്സുകൾ സെലക്ട് ചെയ്യാനായിട്ട് പോകും. നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് പോകുന്ന എല്ലാ ടെക്സ്റ്റ് ബോക്സുകളും എന്തായിട്ടുണ്ടാവും, ലിങ്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്നിലധികം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ തവണയും ചെയ്യണ്ട, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്, 2 ടെക്സ്റ്റ് ബോക്സുകളെ തമ്മിൽ ലിങ്ക് ചെയ്യിക്കുന്നതിനുള്ള സ്റ്റെപ്പ്. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുവാണ്, ടെക്സ്റ്റ് ബോക്സ് സ്റ്റൈൽസ്. ഫോർമാറ്റ് ടാബിൻ്റെ 2ാമത്തെ ഗ്രൂപ്പാണ് ടെക്സ്റ്റ് ബോക്സ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഇത് എന്താണ് ഉൾക്കൊള്ളിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റൈൽസ് ആണ്. ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഓവറോൾ വിഷ്വൽ സ്റ്റൈൽസ് ആണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബിൽറ്റിൻ സ്റ്റൈൽസ് എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70 എണ്ണമാണ് ഉള്ളത്. ബിൽറ്റിൻ ടെക്സ്റ്റ് ബോക്സ് സ്റ്റൈൽസ് എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70 എണ്ണം ഉണ്ട്. ഇനി അവിടുത്തെ അടുത്ത ഓപ്ഷൻസ് ആണ്, അതായത് ഇങ്ങനെ ഈ കാണുന്ന ഈ റെക്ടാങ്കിൾ ബോക്സ് ഉണ്ടല്ലോ, ഇതെല്ലാം അതിൻ്റെ കളറിംഗ് ആണ് പറഞ്ഞേക്കുന്നത്. അതാണ് മൊത്തത്തിൽ 70 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. ഇനി നോക്കാം, നമുക്കിവിടെ 3 ഓപ്ഷൻസ് കാണാം. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നത്. സോ ആദ്യത്തേതാണ് ഷേപ്പ് ഫില്ല്. ഫില്ല് എന്ന് പറഞ്ഞാൽ എന്താ, അതിനകത്ത് ഇൻസൈഡ്, ആ ഷേപ്പിന് ഇൻസൈഡ് എന്ത് ചെയ്യാണ്, കളർ കൊടുക്കുന്നതാണ്. അപ്പോൾ ഫിൽ സെലക്റ്റഡ് ടെക്സ്റ്റ് ബോക്സിന് കളർ ഫില്ല് ചെയ്യുന്നതാണ്, ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യുന്നതാണ്. 5 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോളിഡ് കളർ, ഗ്രേഡിയൻറ്റ്, പിക്ചർ, ടെക്സ്ചർ, പാറ്റേൺ, ഇങ്ങനെ 5 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നോ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്തിരിക്കുന്ന ആ കളറോ ഗ്രേഡിയൻ്റ് എന്താണെങ്കിലും അതിനെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നോ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഷേപ്പ് ഫില്ല് എന്താണെന്നുള്ളത് ക്ലിയർ. അടുത്തതാണ് ഷേപ്പ് ഔട്ട്ലൈൻ. ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബോക്സിന് എന്ത് ചെയ്യാണ്, സ്ട്രോക്ക് കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഇവിടെ എന്താണ്, 4 ഓപ്ഷൻസ് ഉണ്ട്. ലൈൻ, ആരോ, ഡാഷ്, പാറ്റേൺ, ഇങ്ങനെ 4 ഓപ്ഷനാണ് ഔട്ട്ലൈൻ കൊടുക്കാനായിട്ടുള്ളത്. ഇവിടെ അതേ നോ ഫില്ല് യൂസ് ചെയ്യുന്നത് ഔട്ട്ലൈനിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഷേപ്പ് ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഒരു ഡ്രോപ്പ് ലിസ്റ്റ് വരും. അതിനകത്ത് നോ ഔട്ട്ലൈൻ സെലക്ട്, നോ ഔട്ട്ലൈൻ ആണ് കേട്ടോ ഇത്.
നോ ഔട്ട്ലൈൻ ആണ്. നോ ഔട്ട്ലൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഔട്ട്ലൈൻ റിമൂവ് ആവും. ഇത് ഓർക്കുക, ഇത് നോ ഫിൽ അല്ല, ഇത് നോ ഔട്ട്ലൈൻ ആണ്. കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ മാറിയതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക. എന്താണ് വെയിറ്റ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് ഇവിടെ. അതായത് ഷേപ്പ് ഔട്ട്ലൈനകത്ത് വെയിറ്റ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. വെയിറ്റ് മീൻസ് ആ ഔട്ട്ലൈനിന്റെ തിക്നെസ് എത്രയാണെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡിഫൈൻസ് ദ തിക്നെസ് ഓഫ് ആൻ ഔട്ട്ലൈൻ. ഔട്ട്ലൈനിന്റെ തിക്നെസ്സിനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്? പോയിന്റിലാണ് യൂണിറ്റ്, അല്ലെങ്കിൽ പോയിന്റിലാണ് മെഷർ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്നത്തെയും പോലെ മിനിമം ആൻഡ് മാക്സിമം വാല്യൂസിനെ കുറിച്ച് പഠിക്കുന്നു. ഈ വെയിറ്റ് ആയിട്ട് നമുക്ക് ഒരു എന്താ പറയുക, ഔട്ട്ലൈനിന്റെ വെയിറ്റ് ആയിട്ട്, തിക്നെസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മിനിമം തിക്നെസ് എന്ന് പറയുന്നത് 0 മാക്സിമം തിക്നെസ് എന്ന് പറയുന്നത് 1584 ആണ്. ക്ലിയർ? മിനിമം തിക്നെസ് എന്ന് പറയുന്നത് 0 മാക്സിമം തിക്നെസ് തിക്നെസ് ആണ് വെയിറ്റ് കേട്ടോ. മാക്സിമം തിക്നെസ് എന്ന് പറയുന്നത് 1584 ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഷേപ്പ് ഔട്ട്ലൈനിനെ കുറിച്ചാണ് പഠിച്ചത്. അടുത്തതാണ് ചേഞ്ച് ഷേപ്പ്. അതായത് സാധാരണ ടെക്സ്റ്റ് ബോക്സ് റെക്റ്റാങ്കുലർ ആയിരിക്കും, നമുക്ക് അത് മാറ്റി വേറെ ഏതെങ്കിലുമൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ആക്കാം. 5 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബേസിക് ഷേപ്പ്, ബ്ലോക്ക് ആരോ, ഫ്ലോ ചാർട്ട്, കോൾ ഔട്ട്, സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ്. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഇനി ഇവിടെ കണ്ടോ, നമ്മുടെ ഡ്രോപ്പ് ലിസ്റ്റ് ഉണ്ട് അല്ലേ, റൈറ്റ് ബോട്ടം കോർണറിൽ. ആ ഡ്രോപ്പ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ഈ ഫോർമാറ്റിലെ ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡയലോഗ് ബോക്സ് നമുക്ക് അവൈലബിൾ ആക്കാനായിട്ട് പറ്റും. ഈ ഡയലോഗ് ബോക്സ് ഓർക്കുക. പലർക്കും ഒരു സംശയമുണ്ട്, ഈ ഡയലോഗ് ബോക്സിലുള്ള കണ്ടന്റ് തന്നെയല്ലേ ടാബിലും ഉള്ളതെന്ന്. തീർച്ചയായിട്ടും അതെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് വേർഷൻസിനകത്ത് ഇതുപോലെ ടാബ് എന്ന് പറയുന്ന പരിപാടി ഇല്ലായിരുന്നു, എല്ലാം ഹിഡൻ ആയിരുന്നു. അവിടെയാണ് നമ്മൾ കൂടുതലും ഡയലോഗ് ബോക്സസ് കണ്ടിട്ടുള്ളത്. 2007 ആൻഡ് എബോവ് വേർഷൻസിൽ വന്നപ്പോഴേക്കും പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ പഴയ ഡയലോഗ് ബോക്സിനെ അവർ കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ടാബിൻ്റെ ഒരു കോർണറിൽ ഈ ഡയലോഗ് ബോക്സസിനെ സൂചിപ്പിക്കുന്ന ഡ്രോപ്പ് ലിസ്റ്റുകൾ കൊടുത്തത്. ഓക്കെ, അപ്പോൾ അത് ഇതിലെ സെയിം കണ്ടന്റുകൾ തന്നെയാണ് നമുക്ക് ഈ ഡയലോഗ് ബോക്സ് വഴിയും ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഓർക്കുക. രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ ഇന്ന ടാബിൻ്റെ കൂടെയാണ് ഇന്ന ഡയലോഗ് ബോക്സ് എന്നുള്ളത് പഠിച്ചിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ നോക്കാനുള്ളത്. സോ ഇവിടുത്തെ ഡയലോഗ് ബോക്സിന്റെ പേരാണ് ഫോർമാറ്റ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സ്. അതായത് നമ്മളുടെ ഈ കോണ്ടെക്സ്റ്റൽ ടാബിന്റെ തന്നെ കോണ്ടെക്സ്റ്റ് ടാബിനെ ഈ ഒരു ചെറിയ റെക്ടാങ്കിൾ പീസിനകത്ത് എന്ത് ചെയ്തേക്കാണ്, സബ്മർജ് ചെയ്തേക്കാണ്. ക്ലിയർ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. മിനിമം പോയിന്റും മാക്സിമം പോയിന്റും 0 തിക്നെസ് ആണ് മിനിമം, 1584 പോയിന്റ് തിക്നെസ് ആണ് മാക്സിമം എന്നുള്ളത് ഓർത്ത് വെക്കുക. അതൊക്കെ അഡീഷണൽ പോയിന്റ് ആണ്. എന്താണ്, ബ്രാക്കറ്റിലൊക്കെ ഇട്ട് വെച്ചോളൂ കേട്ടോ, ചിലപ്പോൾ ചോദിച്ചാലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഷാഡോ എഫക്റ്റ്. ഷാഡോ മീൻസ് നിഴല് കൊടുക്കുക അല്ലേ, നിഴല് കൊടുക്കുന്ന എഫക്റ്റ് ആണ്. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സിന് നിഴൽ എഫക്റ്റ് കൊടുക്കുന്നതാണ് ഷാഡോ എഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഷാഡോ എഫക്റ്റ് ആയിട്ട് ഡ്രോപ്പ് ഷാഡോയും പെർസ്പെക്റ്റീവും അതുപോലെ അഡീഷണൽ ഷാഡോ സ്റ്റൈൽസും ആണുള്ളത്. അതവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഇതിനെ നഡ്ജ് ടോപ്പ്, നഡ്ജ് ലെഫ്റ്റ്, നഡ്ജ് ബോട്ടം, നഡ്ജ് റൈറ്റ്, ഇങ്ങനെയാണ് പറയുക. നഡ്ജ് മീൻസ് ഒന്ന് അങ്ങോട്ട് തട്ടി ചെരിച്ച് വെച്ചേക്കുക. ചെരിച്ചെന്നല്ല, നമ്മുടെ ഷാഡോ ഏത് സൈഡിലേക്കാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ 4 ഓപ്ഷനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും പ്രത്യേകിച്ച് പഠിക്കാനില്ല, ഷാഡോ കൊടുക്കുന്നു എന്ന് മാത്രം. അടുത്തത് നോക്കുക, എന്താണ് ഷാഡോ എഫക്റ്റ് അല്ല, ഇത് ഷാഡോ അല്ല, 3D ആണ് കേട്ടോ. ഓക്കെ, 3D എഫക്റ്റിനെ കുറിച്ചാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മളുടെ ടെക്സ്റ്റ് ബോക്സിന് 3 ഡയമെൻഷണൽ എഫക്റ്റുകൾ കൊടുക്കാൻ സഹായിക്കുന്ന ഓപ്ഷനാണ് 3D എഫക്റ്റ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് എഫക്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ജസ്റ്റ് പേര് എഴുതി വെച്ചേക്കുക. ഇതെല്ലാം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. ഇതിനകത്ത് ഡെപ്ത് എന്ന് പറയുന്നത് കണ്ടന്റ്. ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആഴത്തിലാണ് നമ്മളുടെ ഈ 3D എഫക്റ്റ് ഇങ്ങനെ
പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ടത് എന്നുള്ളതാണ് ഡെപ്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡെപ്ത് മെഷർ ചെയ്യുന്നതും പോയിന്റിലാണ്. 6 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 0 36 പോയിന്റ്, 72 പോയിന്റ്, 144 പോയിന്റ്, 288 പോയിന്റ്, ഇൻഫിനിറ്റി. അതായത് ഇത് ഇതുപോലെയൊക്കെ നിൽക്കുന്നത്. ഇത് കണ്ടോ, ഈ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ട് സൈഡിലേക്കുള്ളതാണ് അതിൻ്റെ ഡെപ്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഡെപ്ത്. ഡിഫൈൻസ് ദ ഡെപ്ത് ഫോർ 3D എഫക്റ്റ്. 6 ഓപ്ഷൻസ് ഉണ്ട്. 0, 36, 72, 144, പിന്നെന്താണ് 288, പിന്നെന്താ ഇൻഫിനിറ്റി. ഇങ്ങനെ 6 ഓപ്ഷൻസ് ആണുള്ളത്. അടുത്തതാണ് ഡയറക്ഷൻ. അതായത് നമ്മളുടെ 3D എഫക്റ്റ് ഏത് ഡയറക്ഷനിലേക്കാണ് ടിൽറ്റ് ചെയ്ത് നിൽക്കേണ്ടത് എന്നുള്ളതാണ് ഈ 3D എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 9 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതായത് ബോട്ടം ലെഫ്റ്റ്, ബോട്ടം മിഡിൽ, ബോട്ടം റൈറ്റ്, അങ്ങനെയുള്ള 9 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കാനൊന്നുമില്ല. നെക്സ്റ്റ് ആണ് ലൈറ്റിംഗ്. അതായത് നമ്മളുടെ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു ഒബ്ലീക്ക് ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ആ ഒബ്ജക്റ്റിലേക്ക് ഏത് ആംഗിളിൽ നിന്നാണ് ലൈറ്റ് വരുന്നത് എന്നുള്ളതിനനുസരിച്ചുള്ള 3D എഫക്റ്റുകൾ സെറ്റ് ചെയ്യുന്നതിനാണ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. അതായത് നമ്മളുടെ കയ്യിലുള്ള ആ ഒരു ഒബ്ജക്റ്റിൽ ഏത് സൈഡിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ആംഗിളിൽ നിന്നാണ്, 3D ആണ് കേട്ടോ പറയണത്, XYZ ആക്സിസ് ഉണ്ട്. അപ്പോൾ ഏത് ആംഗിളിലാണ് നമുക്ക് ഇത് കിട്ടുന്നത്, ആ ഒരു ലൈറ്റ് ഈ ഒരു ഒബ്ജക്റ്റിൽ വന്ന് റിഫ്ലക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ അപ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുന്നത്. അതാണ് ലൈറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് 9 ആംഗിൾ ഓപ്ഷനും അതുപോലെ തന്നെ 3 ടൈപ്പ് ലൈറ്റ് ഓപ്ഷൻസും ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ലൈറ്റ് എവിടെ നിന്നാണ് അടിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചുള്ള ലൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ലൈറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 9 ആംഗിൾ ഓപ്ഷൻസും, ലൈറ്റ് ഏത് ആംഗിളിലാണ് വെച്ചേക്കുന്നത് എന്നുള്ള 9 ഓപ്ഷൻസും, എന്ത് ടൈപ്പ് ലൈറ്റാണ് വന്നടിക്കുന്നത് എന്നുള്ളതും ആണ് 3 ടൈപ്പ്. അങ്ങനെയുള്ള 3 ടൈപ്പും ആണ് ഈ ലൈറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനകത്തുള്ളത്. അടുത്തതാണ് എന്താണ് സർഫസ് അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ന് പറയാം. നമ്മളുടെ ഈ ഒബ്ജക്റ്റ് ഏത് മെറ്റീരിയൽ ആണ് എന്നുള്ളതിനനുസരിച്ച് ഈ ലൈറ്റിംഗ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതിൽ റിഫ്ലക്ഷൻസിൽ മാറ്റം വരാം. മിനുസ പ്രതലവും അതുപോലെ തന്നെ പരന്ന അല്ലെങ്കിൽ കുഴിയൊക്കെയുള്ള പ്രതലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലെങ്ത്തുകളൊക്കെ വ്യത്യാസമാണ്. ലൈറ്റ് അളവും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഭംഗിയിലും 3D എഫക്റ്റുകളിലും വ്യത്യാസം വരും. അപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബോക്സിൻ്റെ സർഫസ് എന്നുള്ളിടത്ത് നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. മേറ്റ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, മെറ്റൽ, വയർ ഫ്രെയിം. ഏതാണോ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ആ ലൈറ്റിങ്ങും കൂടെ കൊടുക്കുന്ന സമയത്ത് മാറ്റ്, പ്ലാസ്റ്റിക്, മെറ്റൽ, വയർ ഫ്രെയിം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ലൈറ്റിൻ്റെ ആംഗിൾസും അതുപോലെ തന്നെ ബ്രൈറ്റും ആണ്. അതായത് 9 ആംഗിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. 0 ഡിഗ്രിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വരാം. 0 ഡിഗ്രി, 45, 90, 135, 180, അതുപോലെ തന്നെ 225, 270, 315. അതായത് ഒരു സർക്കിളിൻ്റെ റൊട്ടേഷനാണ് കാണിച്ചേക്കുന്നത്. 45 ഡിഗ്രി വെച്ചിട്ട് എന്ത് ചെയ്തേക്കാണ്, റൊട്ടേറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ 0 മുതൽ 315 ഡിഗ്രി വരെ നമുക്ക് എന്ത് ചെയ്യാം, ആംഗിള് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നടുക്കുള്ളത് കണ്ടോ, പച്ച ആരോ മാർക്ക് കൊടുത്തേക്കുന്നത് കണ്ടോ. അതായത് നമ്മൾ ഒബ്ജക്റ്റ് 3D സ്പേസിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ആ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നും ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് 0 ഡിഗ്രിയിൽ വെച്ച് കൊടുത്താൽ കിട്ടുന്നതായിരിക്കും. ഇത് കറസ്പോണ്ടിങ് ആ ഒരു ആംഗിൾസിൽ കൊടുത്താൽ കിട്ടുന്ന ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചേക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു 3 ടൈപ്പ് ലൈറ്റ് വരുമെന്ന് പറഞ്ഞു. 3 ടൈപ്പ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ലൈറ്റ്, നോർമൽ ലൈറ്റ്, ഡിം ലൈറ്റ്. ക്ലിയർ? ഇത് ഞാൻ അത്രയും ഡീപ്പായിട്ട് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ നമ്മളുടെ ടെക്സ്റ്റ് ബോക്സിലാവട്ടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അറേഞ്ച് അതുപോലെ സൈസ്. അറേഞ്ച് എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ ടെക്സ്റ്റ് റാപ്പിംഗ് പ്രത്യേകം നമ്മൾ എടുത്ത് പഠിക്കുന്നുണ്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയാത്തത്.
ഓക്കെ, ഇനി സൈസ് എന്ന് പറയുന്നത് അത് ഓരോ ടെക്സ്റ്റ് ബോക്സിൻ്റെയും സൈസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ ഹൈറ്റും അതിൻ്റെ വിടുത്തും കാണിക്കുന്ന ആ ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്നുള്ളത് ഓർക്കുക. സോ ഇത്രയാണ് ടെക്സ്റ്റ് ബോക്സ് ടൂൾസിൻ്റെ അണ്ടറിൽ വരുന്ന ഫോർമാറ്റ് ടാബിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വിഷ് യു ഓൾ the best. Fine. Thank you.